അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവിടെ വന്നിരിക്കുന്ന ഒരു ഈദ്ഗാഹിൻ്റെ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയായൊക്കെ ഇറങ്ങി അവിടെ എത്തി തിരിച്ച് വരുന്നത് വരെയുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത് എന്തായിരിക്കും എന്നായിരിക്കുമല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കഴിഞ്ഞ പെരുന്നാളിന് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തറിന് ഞങ്ങൾ പള്ളിയിൽ ഇതേപോലെ നിസ്കരിക്കാൻ പോയതാണ്. പക്ഷേ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് നിസ്കരിക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങളൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ വണ്ടി കയറാൻ പോവാണ്. ഞങ്ങൾ പെരുന്നാളെന്ന് തന്നെ പറയുമ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞു. ഈ പ്രാവശ്യം പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. ആ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഒരുപാട് ഇയേഴ്സിന് മുന്നേ നല്ല ഫ്രണ്ട്സായിരുന്നു, ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. അവർ നെജ്റാനിലായിരുന്നു, ഇപ്പോൾ അവർ റിയാദിൽ സ്റ്റേ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വില്ലയിൽ തന്നെയാണ് അവർ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ നെയ്ബറുമാണ്. കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ഞങ്ങൾ ഡിക്കിയിലൂടെ ബാക്കിലെ സീറ്റിലിരുത്തി. അപ്പോൾ അവർ 4-5 പേരുള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടി ഈ സ്ഥലം കാണില്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ അവർക്കും ഇരിക്കാൻ ഇഷ്ടം ഏറ്റവും ബാക്കിലായതുകൊണ്ട് പിന്നെ അവരെയൊക്കെ ഞങ്ങൾ ബാക്കിലിട്ടു. ഞങ്ങൾ ഏകദേശം എല്ലാ പ്രാവശ്യവും നിസ്കാരം തുടങ്ങുന്നതിന് കുറേ മുന്നേ പോകും. ചില പ്രാവശ്യമൊക്കെ ലേറ്റാവും. ഈ പ്രാവശ്യം അങ്ങനെ ഒരുപാട് ലേറ്റായില്ല, എങ്കിലും അവിടെ എത്തി. പക്ഷെ ഭയങ്കര റഷായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊന്നും അത്ര വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പക്ഷെ വണ്ടി ഇടാനൊക്കെ സ്ഥലമേ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ അവിടെ എപ്പോൾ ചെന്നാലും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടും. അപ്പോൾ ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ പാർക്കിലോട്ട് നടന്നു പോവാണ്. ആദ്യം ആടിപ്പാടിയൊക്കെ നടന്നു. പിന്നെ സമയം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സമയം നിസ്കാരം തുടങ്ങി ഇനി ഒരു 2 to 3 മിനിറ്റ്സും കൂടി ബാക്കിയുള്ളൂ എന്ന്. പിന്നെ ഓട്ടോ ആയിരുന്നു, ഭയങ്കര പെട്ടെന്ന് ഓടിയാണ് അവിടെ എത്തിയത്. ഞങ്ങൾ ആ നിസ്കരിക്കുന്ന ഗ്രൗണ്ടിലെത്തി. ഒരുപാട് നിൽക്കാനൊന്നും ടൈം കിട്ടിയില്ല, കാരണം ഞങ്ങൾ 2 to 3 മിനിറ്റ്സും കൂടി അല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് ഞങ്ങൾ ആ മാറ്റ് വിരിച്ചപ്പോൾ തന്നെ നിസ്കാരം തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറേ ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചെറിയൊരു സ്ഥലത്തേ കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും അതിൽ നിൽക്കാൻ മതിയായിരുന്നു, അത്ര മതിയായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നത്. കാരണം അപ്പോഴായിരിക്കും കുട്ടികളൊക്കെ എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ അപ്പോഴാണ് ഭയങ്കര സന്തോഷമാവുന്നത്. ഇച്ചുനൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഏകദേശമുള്ള എല്ലാ പെരുന്നാളിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യാറ്, എന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാറാണ്. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ല, ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുക. എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ച് നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് സമാധാനമായിരുന്നു കഴിക്കാമെന്ന്. ഞങ്ങൾ ചെറിയ പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റ് പാർക്കിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അതേപോലെ തിരിച്ചു കൊണ്ടുപോയി. ഭയങ്കര മഴയായതുകൊണ്ട് അവിടെ ഒന്നും ഇരിക്കാനും പറ്റില്ല, തിന്നാനും പറ്റില്ല. തിന്നാനൊക്കെ ഇരുന്നാൽ പിന്നെ മഴ വന്ന് ഫുഡിലൊക്കെ വന്ന് വീഴും. പിന്നെ കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. അതിനേക്കാളും വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം ഭയങ്കര ചൂടായതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്.
അതെല്ലാം വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിടെ കരച്ചിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വെള്ളം ദാഹിച്ചിട്ടുള്ള കരച്ചിലാണ്. ഭയങ്കര ചൂടുമാണ്, ഞങ്ങൾ വെള്ളം എടുക്കാൻ മറന്നുപോയി, അപ്പം അതിൻ്റെ കരച്ചിലാണ്. എൻ്റെ ഈദ്ഗാഹിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.